2015 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,50,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യം ലഭ്യമാണ്. അതേപോലെ തന്നെ ഫുൾ ലോൺ അവൈലബിൾ ആണ്. അതായത് 0 ഡൗൺ പേയ്മെന്റിൽ ചെറിയൊരു എമൗണ്ടിൽ ചെറിയൊരു EMI സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റ് വാഹനം പരിചയപ്പെടുത്തി തരാം. യൂസ്ഡ് കാർ മേഖലയിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റാത്തൊരു വാഹനമാണ് മാരുതി ഫ്രോൺസ്. പുതിയ വാഹനത്തിനാണെങ്കിൽ ഒടുക്കത്തെ ഡിമാൻഡും വെയിറ്റിംഗ് പീരീഡും ആണ്. ഈ ഒരു വാഹനത്തിന് ഒരു വർഷത്തെ വാറന്റി ഉണ്ട്. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡീസൽ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡീസൽ വാഹനം നമ്മുടെ അടുത്ത് ഈ മാസം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2026 ഫെബ്രുവരി മാസത്തെ സ്റ്റോക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോസിൽ ഡേറ്റ് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഡേറ്റ് ഒക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോസ് ഈ സ്റ്റോക്ക് കാണുമ്പോൾ ആ ഒരു സമയത്ത് വാഹനങ്ങൾ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ടാണ് ഡേറ്റ് ആദ്യം പറയുന്നത്. ഡേറ്റ് നോക്കിയിട്ട് വീഡിയോസ് ആണ്. ഈ മാസത്തെ പുതിയ സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. എല്ലാം തന്നെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസ്, അതും ചെറുവാഹനങ്ങളാണ്. ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലുള്ള പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലുള്ള അടുത്താണ് ഈ ഷോറൂം ഉള്ളത്. മാക്സിന്റെ ഷോറൂം ഒക്കെ തൊട്ടടുത്തുണ്ട്. യൂസ്ഡ് കാർ മേഖലയിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റാത്തൊരു വാഹനമാണ് മാരുതി ഫ്രോൺസ്. പുതിയ വാഹനത്തിനാണെങ്കിൽ ഒടുക്കത്തെ ഡിമാൻഡും വെയിറ്റിംഗ് പീരീഡും ആണ്. അപ്പോൾ ഫ്രോൺസ് ഒക്കെ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള പുതിയത് എടുക്കുന്ന അതേപോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് മോഡൽ കൂടിയ വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. ഇത് 2023 മോഡൽ മാരുതി സുസുക്കിയുടെ ഫ്രോൺസ് ആണ്. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 18,800 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 8 ലക്ഷം രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിലും മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോരാത്തതിന് മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. ഇതിനൊക്കെ പുറമെ വേറെ മേജർ ആക്സിഡൻറ്റും റീപ്ലേസ്മെൻറ്റ് കംപ്ലൈൻറ്റും ഇല്ലാത്തതിൻ്റെ പേരിൽ 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് കാറുകൾ അന്വേഷിച്ചിറക്കുന്ന ആളുകൾ ഒരുവിധപ്പെട്ട എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ വാഗനർ. ഈ ഒരു ഫേസിൽ വരുന്ന വാഹനം അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പറയും വേണ്ട 100ൽ 110 മാർക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. VXA ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,30,000 രൂപയാണ്. നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാണാക്കി ഒരു മാസം വാഹനം എടുക്കുമ്പോൾ ഉണ്ടാവും. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഇല്ലാത്തതിന്റെ പേരിൽ 1 വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് 2021 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. VXA ഓപ്ഷനിലാണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 37,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാണാനൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,35,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 35,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 1 വർഷത്തെ വാറണ്ടി 3 ഫ്രീ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. ആൽഫ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് 6,85,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറുതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോരാത്തതിന് നമുക്ക് മാക്സിമം ലോൺ സൗകര്യം കിട്ടും. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ഇത് 2022 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. VXA ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. VXAയിൽ അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിലാണ് 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് കിട്ടുന്നത്. ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 7,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഈ മാസം നിങ്ങൾ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2020 മോഡൽ മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന് പറയുന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. VXA ആണ് വേരിയന്റ് വരുന്നത്. 34,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറണ്ടിന്റെ 3 ഫ്രീ സർവീസ് ഉണ്ട്. VXAയിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പോരാത്തതിന് സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയറും കാണാൻ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 4,35,000 രൂപ. ഇതിൽ ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് വാഹനം സ്വന്തമാക്കാനും സാധിക്കും. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന് പറയുന്ന വാഹനമാണ്. VXA ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 24,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,50,000 രൂപയാണ്. നമുക്കൊരു 3 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ സെലേറിയോ ആണ്. VXA ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 3,90,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്.
ചെറിയ ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. 2022 മോഡലും 23 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ VX ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. ഇത് 7,800 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസിംഗ് അളക്കെ ഉള്ള ഒരു ഷോറൂം കണ്ടീഷൻ വെഹിക്കിളാണ്. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫുൾ ലോൺ അവൈലബിൾ ആണ്. അതായത് 0 ഡൗൺ പേയ്മെന്റിൽ ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ. ഇത് 2011 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോയാണ്. LX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നുമില്ല. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സീറ്റ് കവേഴ്സും കാണൊക്കെ വരുന്നുണ്ട്. വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 1,20,000 രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ചെറിയ ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോരാത്തതിന് നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോണും ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇത് 2017 മോഡലിൽ ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന് പറയുന്ന വാഹനമാണ്. XT ആണ് വേരിയന്റ്. പെട്രോളും മാനുവലാണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കണ്ടീഷൻ വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 1 വർഷത്തെ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് 3,50,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോരാത്തതിന് മാക്സിമം നമുക്ക് ലോൺ സൗകര്യം കിട്ടുന്നവനാണ് കേട്ടോ. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. VDI RS ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടോ. 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 4,35,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റം ഉണ്ടാവും. മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട്, മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇത് 2019 മോഡലിലെ ഹ്യുണ്ടായിയുടെ i20 ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോളും മാനുവലാണ്. 62,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പോരാത്തതിന് നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, പുതിയ ടയേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിനുണ്ട്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 5,90,000 രൂപയാണ്. ഒരു 40,000, 50,000 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ 1 ഇയർ വാറന്റിയോട് കൂടി ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് 2014 മോഡല് നിസാൻ കമ്പനിയുടെ മൈക്രയാണ്. XV ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. പെട്രോൾ എഞ്ചിനാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 43,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് ഒന്നുമില്ല. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 4,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം ഉണ്ടാവും. പോരാത്തതിന് ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇത് 2014 മോഡല് ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ ആണ്. മാഗ്ന പ്ലസ് ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 52,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസും, കംപ്ലൈന്റ് ഇല്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് 1,95,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. ഇത് 2013 മോഡൽ ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയന്റ്. മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 34,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, കംപ്ലൈന്റ് ഒന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,50,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യം ലഭ്യമാണ്. ഇത് 2018 മോഡൽ ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ്. എറയാണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,60,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ കിട്ടുന്ന വാഹനമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ വാഹനത്തിന് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ പേരിൽ 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇത് 2022 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ VX ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ്. വെറും 17,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഇതിൽ അഡീഷണൽ ആയിട്ട് സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഈ വാഹനത്തിനുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ABS എയർ ബാഗ്, സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്നുണ്ട്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,50,000 രൂപയാണ്. ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും.
ഇത് 2015 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. BX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാണൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് ഒന്നുമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VX-ൽ വരുന്നുണ്ട്. പോരാത്തതിന് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേയും കാണൊക്കെ വരുന്നുണ്ട്. ടയറും കാണൊക്കെ 4 എണ്ണം പുതിയ ടയേഴ്സ് ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ആവട്ടെ 4,40,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറുതിൽ മാറ്റം കാണൊക്കെ ഉണ്ടാവും. ഈ ഒരു വാഹനത്തിന് 1 വർഷത്തെ വാറന്റി ഉണ്ട്. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ഈ ഒരു ബലേനയുടെ ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് 2018 മോഡൽ മാരുതി സുസുക്കിയുടെ ബലേനയാണ്. ഡെൽറ്റയാണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് 1 വർഷത്തെ വാറന്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടാതെ ഇതിനൊരു 40,000 കൊടുത്തു ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂം.